കാട്ടാക്കട പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു പരാതിയുമായി കുറച്ചുപേരെത്തി. പരാതി തെരുവുനായ ശല്യം തന്നെയായിരുന്നു. പക്ഷെ പരാതി പറയാൻ എത്തിയത് ആര് എന്നതാണ് ഇതിലെ കൗതുകം കേട്ടോ. 4 വിദ്യാർത്ഥികളാണ് അവിടെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് തെരുവുനായ ശല്യത്തെക്കുറിച്ചുള്ള പരാതി ബോധിപ്പിച്ചത്. നമുക്കൊന്ന് കണ്ടുവരാം. തിരുവനന്തപുരം കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാബിനിലേക്ക് 4 പേർ കടന്നു വന്നു. യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി എത്തിയത് 4 വിദ്യാർത്ഥികളാണ്. ആദ്യമുണ്ടായ കൗതുകം പിന്നീട് ഗൗരവകരമായ ചർച്ചയിലേക്ക് വഴിമാറി. കുറച്ച് കഴിഞ്ഞ് എന്തെന്ന് ചോദിച്ചപ്പോൾ അവര് പ്രസിഡന്റ് മാമിയെ കാണാൻ വന്നതാണ്. ഞങ്ങൾ PRV സ്കൂളിലെ മക്കളാണ്. ഒരു പേരൊക്കെ പറഞ്ഞു. അവരിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ നടന്നു വന്നാലും സൈക്കിളിൽ വന്നാലും ഇവിടെ ഒരു വീട്ടിലെ മുണ്ടപ്പള്ളി ഇവിടെ ഒരു വീട്ടിലെ പട്ടി, ഒരു 3-4 പട്ടികളുണ്ട്. അപ്പൊ എപ്പോഴും റോഡിൽ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഓടിക്കാറുണ്ട്. സൈക്കിളിൽ പോയാലും ഓടിക്കും, നടന്നു പോയാലും ഓടിക്കും. അപ്പൊ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നി, എങ്ങനെ ഇങ്ങ് വരണമെന്ന് തോന്നി എന്ന് പറഞ്ഞപ്പോ അത് ഞങ്ങൾക്ക് വരണമെന്ന് തോന്നി. അപ്പോൾ ഇത് ഞങ്ങളുടെ പഞ്ചായത്താണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നത്. അങ്ങനെ കാട്ടാക്കട PR വില്യം ഹയർ സെക്കൻഡറി സ്കൂളിലെ അർഷിദ്, കാശിനാഥ്, ദേവനന്ദ, കൈലാസ് എന്നിവർ പഞ്ചായത്ത് അധികൃതരുമായി പുറത്തേക്ക് ഇറങ്ങി. പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ വീട്ടിലേക്ക് പോയി. ബാഗ് തറയിൽ വീഴുന്നപ്പോ തിരിച്ചെടുക്കാൻ വന്നപ്പോ അപ്പുവാൻ വഴക്ക് കുറഞ്ഞു. അവര് പട്ടി ഓട്ടിച്ചപ്പോ അപ്പുവാൻ പറഞ്ഞത് എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. ഒരു പട്ടിയെ വളർത്തിയത്, ഒരു പട്ടി വളർന്നു, അതിന്റെ കുഞ്ഞും കുട്ടികളും ഇങ്ങനെ ആയത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതാണെങ്കിൽ കൊച്ചു പിള്ളേരെ എങ്ങനെയായിരിക്കും? അവരുടെ പരാതി വളരെ അടിസ്ഥാനമുള്ളതാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി അവരെ ഈ പട്ടിയെ ഇതുവഴി അഴിച്ചുവിട്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസെടുക്കും. കേസെടുത്ത് ഈ പട്ടികളെ മൊത്തം സീസ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അതിലേക്ക് വേണ്ടി തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയം ഞാൻ നമ്മുടെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലും അതേപോലെ വെറ്റിനറി ഡോക്ടർക്കും ഇന്ന് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഞാനിത് റിപ്പോർട്ട് ചെയ്യും. നീതി സ്വയം നേടിയെടുക്കാമെന്ന വിദ്യാർത്ഥികളുടെ ബോധ്യമാണ് ഇവിടെ കയ്യടി നേടുന്നത്. അവർക്കും ഒപ്പം മറ്റുള്ളവർക്കും സുരക്ഷിതമായി നടക്കാനുള്ള വഴിയൊരുക്കിയാണ് 4 പേരും വീട്ടിലേക്ക് മടങ്ങിയത്. നാളെ ഈ വഴിയിലൂടെ ഭയമില്ലാതെ നടക്കുന്നവർ അഭിമാനത്തോടെ ഈ കുട്ടികളെ ഓർക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇത് ശരിക്കും ഒരു വീട്ടിലെ പട്ടികളാണ് കേട്ടോ. അവിടെ ഒരു പട്ടി കയറി വന്നു, പിന്നീട് കുറേ പട്ടികളായി എന്ന രീതിയിൽ ആ അമ്മ പറയുന്നത് കേട്ടോ. പക്ഷേ വളർത്തുനായ എന്ന് നമുക്ക് പറയാനും കഴിയില്ല. തെരുവിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് അത് ശല്യമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടികൾ ഒരു പരാതിയുമായി ചെല്ലുന്നതും. അതുകൊണ്ട് എന്തായാലും ഒരു ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. രാഹുൽ ജി നാഥൻ നമുക്കൊപ്പം ചേർന്നു. രാഹുൽ, ഇവിടെ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു പഞ്ചായത്ത് ഓഫീസുണ്ട്, അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പോയി അവിടെ ബോധിപ്പിക്കാമെന്ന് ഒരു ബോധ്യം ആ കുട്ടികൾക്കുണ്ട് എന്നതാണ് അല്ലേ. അതിൽ അവരൊരു കൃത്യമായൊരു ഇടപെടൽ നടത്തുകയും ചെയ്തു. ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു റിപ്പോർട്ടാണ് രാഹുൽ ഇത്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്ന ബോധ്യം അതുണ്ടാകണമെന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്തയിലൂടെ തോന്നുന്നത്. ഒന്ന് 2 കൂട്ടർക്കും തോന്നണം. ഒന്ന് 4 കുട്ടികളുണ്ട്. ഞങ്ങൾ സാമൂഹ്യ ജീവികളാണ്, ഞങ്ങൾക്കും നടക്കണം, ഞങ്ങൾക്ക് കൂട്ടുകാർക്കും നടക്കണം, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നടക്കണം, അതിനപ്പുറത്തേക്ക് നാട്ടുകാർക്കും സ്നേഹിതർക്കും ഒക്കെ നടക്കണം എന്ന ചിന്തയുടെ ഭാഗമായാണ് കാട്ടാക്കട പഞ്ചായത്തിലേക്ക് സ്നേഹത്തോടെ മാമി എന്ന് വിളിച്ചുകൊണ്ട് കയറി ചെല്ലാൻ കഴിയുന്നത്. മറ്റൊന്ന്, മൃഗസ്നേഹം നല്ലതാണ്, സഹജീവികൾക്ക് ആഹാരം നൽകുന്നത് ഒക്കെ നല്ലതാണ്. പക്ഷേ അത് ഒപ്പം ജീവിക്കുന്ന ആൾക്കൊരു ശല്യം ഉണ്ടാകുമോ, അതിൻ്റെ പരിധി എന്താണ് എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ സാമൂഹ്യ ജീവിയാണെന്നുള്ള ബോധ്യം ഈ കുട്ടികൾ പരാതി പറഞ്ഞ വ്യക്തിയുമായി കൂടി അയാൾക്ക് കൂടി ഈ ബോധ്യം വേണം എന്നുള്ള കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം ഒന്ന്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് അഡ്രസ്സ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അത് കാണാതെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ആരൊക്കെ ഇത് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. എന്നാലും പൊറുതിമുട്ടുമ്പോൾ അത് കൃത്യമായ ഇടങ്ങളിൽ പരാതിയായി ഉന്നയിക്കണം. ഒരു പക്ഷേ ആ പരാതി മാതാപിതാക്കളുടെ അടുത്തോ അല്ലെങ്കിൽ അധ്യാപകർ അടുത്തോ എത്തുന്ന ഒരു ചിന്താഗതിയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. പക്ഷെ അതിനപ്പുറത്തേക്ക് അധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾക്കൊരു പഞ്ചായത്ത് ഓഫീസുണ്ട്, ഞങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായി നഗരസഭയുണ്ട് എന്നൊക്കെ തോന്നുന്ന തരത്തിലേക്കുള്ള ബോധ്യം കുട്ടികൾക്കുണ്ടാകുന്നത് അത് പഠനത്തിനപ്പുറത്തെ ചിന്തയിൽ നിന്നാണ്. ഈ പൊതുവിദ്യാഭ്യാസവും ഒപ്പം നൽകുന്ന ആ വിശാലമായ ചിന്താഗതിയിൽ നിന്ന് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസിൽ പോയി ഇത് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ വളരെ ക്രിയാത്മകമായി അത് ഇടപെടാൻ അവർക്ക് കഴിയുന്നത്, ഒപ്പം ഇറങ്ങി അവർ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് കൃത്യമായ ഒരു താക്കീത് നൽകാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. കുട്ടികൾക്ക്
ചുറ്റുമുള്ള സംവിധാനത്തോട്, ജനാധിപത്യത്തോട്, നിയമ സംവിധാനങ്ങളോട് ഒരു വിശ്വാസം ഉണ്ടാകുന്ന ഈ ചെറുപ്രായത്തിൽ തന്നെ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിയമം കയ്യിലെടുക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുടെ വാർത്ത കൊടുക്കുമ്പോൾ ഇവരൊക്കെ വലിയ പ്രതീക്ഷയായി നിൽക്കുകയാണ്. കാരണം നിയമം അവർക്കൊപ്പമുണ്ട്, നിയമപാലകർ അവർക്കൊപ്പമുണ്ട്, അധികൃതർ അവർക്കൊപ്പമുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ്. കാരണം വിദ്യാർത്ഥികൾ കയറി വന്നപ്പോൾ എന്തോ കൗതുകകരമായ കാര്യം പറയുന്നുവെന്ന് തോന്നിയ ആ ഇടത്ത് നിന്നാണ് നമ്മുടെയൊക്കെ ചിന്താഗതികൾ പൊട്ടിമാറുന്നത്. അവിടെ കൗതുകമല്ല, അപ്പുറത്തെ ഗൗരവമായ ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്ന വരിയും ജനിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും വലിയ രസമുള്ള കാഴ്ച, രസത്തിനപ്പുറം ഉത്തരവാദിത്തമുള്ള കാഴ്ച. തീർച്ചയായും ആ ഉത്തരവാദിത്തമാണല്ലേ, ആ ഉത്തരവാദിത്തത്തിന് നമ്മൾ വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. ചെറിയ മക്കളാണ്, പക്ഷെ അവർ വലിയ ഉത്തരവാദിത്തത്തോടു കൂടി അത് പഞ്ചായത്ത് ഓഫീസിൽ പോയി അവരുടെ പരാതി ബോധിപ്പിക്കുകയും അതിലൊരു നടപടി ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്നത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.